ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മുടെ CMBയുടെ വിജനകമായ KSYFൻ്റെ പ്രവർത്തകരെല്ലാം ഇന്ന് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ 15 ടീം അവിടെ കയറുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മലയാളം മണ്ണും അതിൽ പങ്കെടുക്കുകയാണ്. ാണ് അമ്പലം ഉണ്ടായിരുന്ന സ്ഥലം. ഇവിടെ നിന്ന് ഏറെക്കുറെ ആ ഭാഗത്ത് നിന്ന് മലയിടിച്ചിലുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായിട്ട് ഈ വഴി ഇവിടെ ഉണ്ടായിരുന്ന പാലവും തകർത്ത് ഈ വഴി ഇങ്ങനെ പോവുകയായിരുന്നു. ഇത് പോയതാ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പെങ്ങളുടെ വീടല്ലേ? എൻ്റെ പെങ്ങളെ വീട്. അതിൽ 5 പേര്. ഒന്ന് പെങ്ങളെ മോള്, പെങ്ങളെ 2 മക്കള്, പെങ്ങളെ മോളെ ഭർത്താവ്. അത് ചെയ്തിരിക്കണം. അതാണ് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഭക്ഷണങ്ങളും കാര്യങ്ങളും കിറ്റുകളും കിട്ടാതെ ഇന്നോ നാളെ പോകും. നമ്മൾ ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴിയുന്ന സാറ് അതെല്ലാവരും ശ്രദ്ധയിലും പിടിക്കുക. അതാണ് ഞങ്ങൾക്ക് വേണ്ടത് കേട്ടോ.
പേടിക്കണ്ട, അതെ ഞാൻ എപ്പോഴും പറയാം. ഇല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് പേടിക്കണ്ട കേട്ടോ. അവിടെ എന്ത് കൃഷി ഉണ്ടായിരുന്നു? നിങ്ങൾക്കല്ല അവിടെ എന്തെങ്കിലും കൃഷി? ഒരു കുട്ടി ഫാനിൽ തൂങ്ങി രക്ഷപ്പെട്ടു. ഈ വീട്ടിലാണ് ആ വീട്ടിൽ ഫാന് പിടിച്ച്. എത്ര വയസ്സുള്ള കുട്ടി? ചെറിയ കുട്ടിയാണെന്നാണ്, 10-12 വയസ്സ്. നമ്മളിപ്പോൾ ഈ ചൂരമലയിൽ കംപ്ലീറ്റ് വീട് തകർന്നു പോയൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ 3-4 പേര് മരിച്ചുപോയി, ചിലരെ കാണാനില്ല. ഇന്നിപ്പോൾ നമ്മുടെ KSYFൻ്റെ പ്രവർത്തകരോടാണ് ഔദ്യോഗികമായിട്ട് ഇവിടെ എടുക്കാനായിട്ട് മാന്തി നോക്കാൻ പറഞ്ഞത്. ഒരു കാലത്ത് മുതലേ മാന്തി, ഇപ്പോൾ വലിയ മെഷീനുകൾ കൊണ്ടുവന്നിട്ട് നോക്കി. പ്രതീക്ഷിച്ച പോലെ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളെ കാണുന്നില്ല. ഒരമ്മയും ഒരു കുഞ്ഞു, രണ്ട് സ്ത്രീകളെ കാണാനില്ല. ഇതാണ് ഒരു റിയൽ പിക്ചർ. നമുക്കെന്ത് പറയാൻ പറ്റും? അവരുടെ ബന്ധുക്കളൊക്കെ ചിലർ ജീവിച്ചിരിപ്പുണ്ട്, ചില ആൾക്കാർ അവരെല്ലാം ഇവിടെ ഉണ്ട്. അത്രേ നമുക്കിപ്പോൾ ഒന്നും പറയാനില്ല. ബോഡിയെങ്കിലും കിട്ടിയാൽ മതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ പാർട്ടിയിലും പെട്ട ആൾക്കാരും മതസംഘടനകളും ഒക്കെ ഇവിടെ ഉണ്ട്. KSYF എന്തായാലും ഈ കാര്യത്തിൽ സോഷ്യലിസ്റ്റ് വോളണ്ടിയർ എന്നുള്ള നിലയ്ക്ക് നല്ലൊരു വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ശരി, എല്ലാം ഇനി തുടരണം, നമ്മൾ വർക്ക് തുടരണം. ഒരു ദിവസത്തേക്കല്ല, കൂടെ നമ്മൾ ആളുകളെ വോളണ്ടിയർമാരെ കൊണ്ടുവരണം. സുധീഷ്, കൂടെ വോളണ്ടിയർമാരെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. ശരി. എന്ന് പറയുന്ന ഏതാനും കിലോമീറ്ററുകൾക്ക് അന്നും ഇതുപോലെ 1-2 ദിവസങ്ങളിലൂടെ നമ്മൾ നമസ്കാരമാക്കില്ല നടന്നാണ് പറയുന്നൊരു കാര്യം എന്താ, ഈ ഇവരുടെ പുനരധിവാസം എവിടെ വേണമെന്ന് അവരും കൂടി ചോദിക്കുന്നു. ഇന്ന് രണ്ടാമത്തേത് എനിക്ക് മൈൻഡ് ചെയ്തത്, ഈ തേയില നിൽക്കുന്ന സ്ഥലത്തല്ല ഇവർ തേയിലയിൽ കയറിയവർ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം അതിലപ്പോൾ നമ്മളിനിയിപ്പോൾ ഈ ഏറ്റവും മുകളിലേക്ക് നമ്മൾ ടച്ച് മീ നോട്ടുന്നതുകൊണ്ട് കാര്യമില്ല. നമുക്ക് 12 സെൻറ്റിമീറ്ററാണ് ഡെയിലി മഴ നമ്മുടെ മാനുവലിൽ. അപ്പോൾ 40 പെയ്യും. അപ്പോൾ 40 പെയ്താൽ വയനാടിനെ എങ്ങനെ രക്ഷിക്കാം? ഇതപ്പോൾ ഞാൻ അതെ അവരുടെ നമ്മൾ പൊളിറ്റിക്കലായിട്ട് നമ്മൾ അതിൽ വെട്ടി വേറുന്നുണ്ട് സംഭവം. അത് പല മുളയുണ്ട്. പക്ഷെ ഇവിടെ മുളങ്കാടുകൾ പോയി അതൊരു പ്രശ്നമാണ്. മുള നിങ്ങളുടെ ഒരു സ്ഥലത്ത്. വെരി ഗുഡ്. നമ്മുടെ ഓട്ടം കൂടുതല. അതൊരു ഈ മലനിരകളാകെ ദുരന്ത സാധ്യതയുള്ളത് കട്ടിയതൊരു സ്ഥലമാണ്. ചാലൊക്കെ ട്രെയിനൊക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് പൊതുവായിട്ട് 35-40 സെൻറ്റിമീറ്റർ പെയ്യണം. അപ്പം അങ്ങനെ പെയ്താലും എന്താ പറയാനാ, കാണാൻ ഞാൻ കുറേ നേരമായി. എന്താ പേര്? മനസ്സിൽ കാണാട്ടോ. ആയിക്കോട്ടെ. വയനാട് ദുരന്തമുണ്ടായ ചൂരൽമലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ രൂപീകരിച്ചിട്ടുള്ള സോഷ്യലിസ്റ്റ് വളണ്ടിയർമാർ ഇന്നലെ മുതൽ ഈ വയനാട് ദുരന്ത ഭൂമിയിലാണ്. ഇന്നു മുതലാണ് നമുക്ക് ഈ ഭൂമിയിൽ ഈ ദുരിതം നടന്ന ഇവിടെ വൃത്തിയാക്കുന്നതിനും വേണ്ടുന്ന രജിസ്ട്രേഷൻ സോഷ്യലിസ്റ്റ് വളണ്ടിയർമാർക്ക് ഇന്ന് കിട്ടിയത്. ഇന്ന് ഏതാണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 15 വളണ്ടിയർമാരാണ് ഇന്ന് ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായിരിക്കുന്നത്. നാളെ മുതൽ വിവിധ ജില്ലകളിൽ നിന്ന് 10-ലധികം സോഷ്യലിസ്റ്റ് വളണ്ടിയർമാർ തുടർന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും ഇവിടെ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒട്ടനവധി സന്നദ്ധ സംഘടനകൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആവശ്യമായ സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന പ്രവർത്തനത്തിൽ പങ്കാളികളാവുകയായിരുന്നു. ഇന്നലെ തന്നെ ഏതാണ്ട് 5000-ൽ പരം മെഡിസിൻ, വിവിധ അസുഖങ്ങൾക്കുള്ള മെഡിസിൻ കളക്ട് ചെയ്ത് നമ്മൾ ജില്ലാ ഭരണകൂടത്തെ ഏൽപ്പിക്കുകയുണ്ടായി. തുടർന്ന് അത്തരം പ്രവർത്തനങ്ങളിലും
KSYFിൻ്റെ സോഷ്യലിസ്റ്റ് വളണ്ടിയർമാർ പങ്കാളികളാവും. തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും ഒറ്റക്കെട്ടായി കേരള സോഷ്യലിസ്റ്റ് വളണ്ടിയർമാരും കൂടെ ഉണ്ടാവും എന്ന് അറിയിക്കും. സോഷ്യലിസ്റ്റ് വളണ്ടിയർ എന്ന രീതിയിൽ KSYFിൻ്റെ പ്രവർത്തകർ ഇന്നിപ്പോൾ ഒരു ഡസൻ പേരാണ് വന്നത്. പുറത്തുനിന്ന് സ്ഥിരമായിട്ട് അവർ വരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നല്ല കാര്യം. ഇത് ഒരു തുടക്കമാണ്. KSYFിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ദുരന്തഭൂമിയിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ ദുരന്തങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനങ്ങളോടൊപ്പം നിന്ന് നമ്മുടെ ആശയപ്രചരണം ഏറ്റവും ശക്തമാകുന്ന ഇത്തരം മനുഷ്യർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ. വന്നവർക്ക് നന്ദി. ഇനിയും നിങ്ങൾക്ക് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ ഓരോരുത്തർക്കും വരാം. ശ്രീധരൻ അത് കോർഡിനേറ്റ് ചെയ്യും. സുധീഷുണ്ട്, പിന്നെ കുര്യനും അജീറും എല്ലാം ഇവിടെ രഘു ഇവിടെ ഉണ്ട്. അവരെല്ലാം അത് കോർഡിനേറ്റ് ചെയ്യും. ഓക്കെ.